പുല്ലോടിയിലെ ദർഗാസ് അംഗനവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ വിടാൻ രക്ഷിതാക്കൾക്കെന്നും ഭയമാണ്. റോഡരികിലെ സാരി കൊണ്ട് മറച്ച കടവരാന്തയിലിരുന്നാണ് അവർക്ക് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. 2 വർഷം മുൻപ് സ്വന്തം കെട്ടിടത്തിന്റെ മതിൽ തകർന്നു വീണതോടെയാണ് ടീച്ചർക്കും കുട്ടികൾക്കും കടവരാന്തയിലേക്ക് മാറേണ്ടി വന്നത്. അന്ന് തുടങ്ങിയ നവീകരണ പ്രവർത്തനം ഇന്നും തുടരുകയാണ്. കുട്ടികളെ വിട്ട് കഴിഞ്ഞ് കുഞ്ഞ് അങ്ങോട്ടങ്ങ് ഓടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ ടീച്ചറെ നമ്മളെന്തും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് നോക്കാൻ പറ്റുന്ന കുട്ടികളെ മാത്രമേ നോക്കാൻ പറ്റൂ. 17 കുട്ടികൾ ഈ വാർഡിലുണ്ട്. ഈ വാർഡിൽ അന്യ വാർഡിലായിട്ട് 17 കുട്ടികളുണ്ട്. ഈ 17 കുട്ടികളെ നോക്കാൻ ആ ചെറിയൊരു റൂമിൽ പറ്റില്ല. ടീച്ചറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നവീകരണം ഇഴഞ്ഞു തുടങ്ങിയതോടെ കാലക്രമേണ കെട്ടിടവും അപകടാവസ്ഥയിലായി. പഞ്ചായത്ത് തുക നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു. കുറേ കാര്യങ്ങൾ അവർ ചെയ്തു തീർത്തു. ഇപ്പോൾ ഫൈനലി ടെൻഡർ പാസ്സാകുന്നില്ല, എടുക്കാനാളില്ല എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കുട്ടികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ശൗചാലയങ്ങൾ പോലുമില്ലാത്ത ഈ കടവരാന്തയിൽ നിന്ന് എന്നെങ്കിലും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാമെന്ന ആഗ്രഹം ഈ കുഞ്ഞിക്കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ആ പ്രതീക്ഷ തല്ലിക്കെടുത്താതെ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അധികൃതരും കരാറുകാരുമാണ്. നാടെല്ലാം ഹൈടെക് ആവുന്ന കാലത്ത് ഇങ്ങനെയുള്ള ചില കാഴ്ചകളും നമ്മൾ മറന്നു പോകരുത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.